കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരവും ഒക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോകണ്ടേ. ഇന്ന് ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതല്ലാത്ത തിരക്കുണ്ടായിരുന്നു. നമുക്ക് കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് വാരസ്യാരുട്ടീനെ ഒന്ന് മനസ്സിൽ സ്മരിച്ച് നമുക്ക് ആ ഗരുഡനെയൊക്കെ കണ്ട് ഇങ്ങനെ പോരാം. അങ്ങനെ പോന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള ആ ഗണേശൻ്റെ ആത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോകാം. അങ്ങനെ അകത്തേക്ക് പോന്ന് ആ വാതിൽപ്പടി കയറുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കേശവൻ്റെ 2 കൊമ്പ് കാണാം. അതിൻ്റെ നടുക്കുള്ള ആ ലക്ഷ്മി ദേവീനെയും കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് വലത്തെ സൈഡിലുള്ള തൂണ് നോക്കിയിട്ട് ഒന്ന് തൊഴാം നരസിംഹാവതാരത്തെ. അത് കഴിഞ്ഞ് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ രസം, ഇന്നിങ്ങനെ ഒരു വാലാണ് കാണുന്നത്. വാല് എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ വാലാണ്. അങ്ങനെ കളഭം കൊണ്ടിങ്ങനെ മത്സ്യത്തിൻ്റെ വാല്, പിന്നെ അര വരെ ആ മത്സ്യാവതാരമൂർത്തി, അരയ്ക്ക് മേലെ മഹാപ്രഭുവായിട്ടാണ് കേട്ടോ. ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി മഹാപ്രഭുവായിട്ട് മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അരമണി ഇങ്ങനെ നന്നായിട്ട് ഞാന്ന് കിടക്കുന്നുണ്ട് കിങ്ങിണി. അതുകൂടാതെ ആ കഴുത്തിൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകളുണ്ട്, അതേപോലെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. തിരുമുടിമാലകൾ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതാണ്, അങ്ങനത്തെ 2 എണ്ണം. അതേപോലെ ഉണ്ടമാലയും വെളുത്ത പൂവ്, തുളസി, വെളുത്ത പൂവും തെച്ചി, അങ്ങനത്തെ ആ ഒരു ഉണ്ടമാലകൾ. ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിലെ ആദ്യ അവതാരമാണ്, പ്രധാനപ്പെട്ട ആദ്യ അവതാരമാണ് മത്സ്യാവതാരം. അതായത് വൈവസ്വത മനുവിൻ്റെ ഭരണകാലത്താണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത്. ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരുന്ന സമയം ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദസംഹിതകളൊക്കെ അപഹരിച്ചു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ തിരിച്ചെടുക്കുന്നതിനായിട്ട് മഹാവിഷ്ണു മത്സ്യാവതാരം കൈക്കൊണ്ടു. അതാണ് ആ മത്സ്യാവതാരത്തിൻ്റെ ബാക്കി ഉള്ളത്. നമുക്ക് കൂടുതൽ വിവരമൊക്കെ പിന്നീട് നോക്കാം. ശരിക്കും കുറച്ചും കൂടി പറയാനുണ്ട്. അത് പറയുമ്പോൾ ഇനി നേരെ അതായത് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയാം. വൈവസ്വത മനു സ്നാനാദികർമ്മങ്ങൾക്കായി കൃതമാല നദിയിൽ ഇറങ്ങിയ നേരം ഒരു മത്സ്യം തന്നെ രാജാവിൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. ദയാലുവായ രാജാവ് മത്സ്യത്തെ മൺകുടത്തിൽ വളർത്തി. കാലക്രമേണ മത്സ്യം വളർന്നു. മത്സ്യത്തെ ഗംഗാനദിയിൽ നിക്ഷേപിച്ചു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഗംഗാനദി മത്സ്യത്തെ വഹിക്കാൻ അശക്തയായി. ഒടുവിൽ മത്സ്യം രാജാവിനോട് 7 ദിവസത്തിനുള്ളിൽ ഭൂമിയിൽ മഹാപ്രളയം സംഭവിക്കുമെന്നും ഒരു തോണി നിർമ്മിച്ച് സപ്തർഷികളോടൊപ്പം രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മഹാപ്രളയ സമയത്ത് മത്സ്യത്തിന് മുളച്ച കൊമ്പിൽ തോണിയുമായി ഹിമവത് ശൃംഗത്തിലെത്തി മനുവും സപ്തർഷികളും ജീവജാലങ്ങളുടെ ഏതാനും ബീജങ്ങളും മാത്രം അവശേഷിച്ചു. മത്സ്യാവതാര കഥ അതാണ്. അതിൻ്റെ ബാക്കിയൊക്കെ നമുക്കിനി വലുതായിട്ട് ചെയ്യുമ്പോൾ പറയാം. അങ്ങനെ നമ്മളിപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കി തൊഴുന്ന ആ ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, മിനിഞ്ഞാന്ന് നമ്മൾ പലർക്കും വേണ്ടി, കുറച്ച് പേർക്ക് 10-15 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 15 അല്ല, എല്ലാവർക്കും, നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു. ഗുരുവായൂർ ഓൺലൈനിലുള്ള എല്ലാ ഭക്തർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത്, പറഞ്ഞ കുറച്ച് ആളുകൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് നല്ല ഇത് വേണം, പഠനമൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി, ജ്യോതി, ശിവപ്രസാദ്, അനീഴം, വീക്ഷിത, വരുൺ രാജ്, അവർക്കൊക്കെ. അതേപോലെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപർണ മൂലം, പ്രണവ് ഉത്രം, അതേപോലെ വിഷ്ണു, മോഹനൻ ചതയം,
അവരുടെ മോഹന് മുറിവ് മാറാനും വിഷ്ണുവിന് വിവാഹം നടക്കാനും വേണ്ടിയിട്ട്. പിന്നെ ശോഭ മകീരം ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യുകയാണ്. 11-ാം തീയതി അവർക്ക് ആൻറ്റിയോപ്ലാസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രാർത്ഥിക്കുക, അവരുടെ അസുഖമൊക്കെ വേഗം മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഭരണി ശരൺ അവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. രോഹിണി ആഷിദ് അവർക്ക് പരീക്ഷാ വിജയത്തിനാണ്. മിനിമോളുടെ ഭർത്താവിൻ്റെ ത്വക്ക് രോഗം മാറാനും. പിന്നെ ഗീത പൂയം നിഖിൽ രേവതി അവരുടെ മാനസിക പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അത് മാറണം. അഭിജിത്ത് മകീരം ശ്രീജിത്ത് പൂയം വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട്. എൻ്റെ കണ്ണ ഗുരുവായൂരപ്പ, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം തീർത്തു കൊടുക്കണേ എന്നെല്ലാവരും പ്രാർത്ഥിക്കുക. ആ മഹാപ്രഭു അതിനുള്ള മറുപടികളുമായിട്ട് തരും. അതായത് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നു പറഞ്ഞ മാതിരി അതിനുള്ളൊരു പ്രതിവിധി നമുക്ക് കാണിച്ചു തരും. നമ്മളെ മനസ്സിൽ തോന്നിക്കും ഇന്നത് ചെയ്താൽ അത് മാറിത്തരും, അത് മാറിക്കിട്ടുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തി എല്ലാവരും പ്രാർത്ഥിക്കൂ കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മളെ ഗുരുവായൂർ ഓൺലൈനിലുള്ള എല്ലാവർക്കും നമ്മൾ ആ നാമജപത്തിലൂടെയൊക്കെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ തിരുനടയിൽ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ടാണ് ഈ പറയുന്നത് മുഴുവൻ. അങ്ങനെ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ മഹാപ്രഭു എന്തായാലും അത് കേൾക്കും, അതിന് പരിഹാരം കാണിച്ചു തരും. അങ്ങനെ നമ്മൾ തുടർന്ന് നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. പിന്നെ നേരെ ആ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നെ ഒന്ന് തിരിഞ്ഞു നിന്നാൽ നമ്മളെ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് ഗണേശന് ചന്ദനം കൊണ്ടുള്ള അർപ്പിതമായിട്ടില്ല, കുറേശ്ശെ ആയിട്ടേ ഉള്ളൂ. പിന്നെ അധികമൊന്നുമില്ല, ശരിക്കും ആ കറുത്ത ഒരു ഇത് തന്നെയാണ് ഉള്ളത്. മുണ്ട് മഞ്ഞ പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അർച്ചന ധാരാളം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണപതിനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിക്ക് ഒരു ഫോട്ടോൻ്റെ മുകളിൽ ഒരു മാവല മാത്രമേ ഉള്ളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കണ്ട് തൊഴുത് നമ്മൾ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ ആ കോർണറിലുള്ള ചെറിയ ഗണേശനെയൊക്കെ തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ മത്സ്യാവതാരം കാണാം. പിന്നെ കൂർമാവതാരം, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ ആ മേൽശാന്തിയുടെ അവിടുന്ന് ഇന്ന് ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ് കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. ഇന്നത്തെ കളഭാലങ്കാരം ഭവേഷോദിക്കനാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രസാദം വാങ്ങാം, അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞ വാമനാവതാരം, ഗജേന്ദ്രമോക്ഷവും അതേപോലെ മഹാവിഷ്ണു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. പിന്നീട് അനന്തപത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ ബ്രഹ്മാവിനൊക്കെ മാല ഉണ്ട്, അതേപോലെ ലക്ഷ്മി ദേവിക്ക് മാല ഉണ്ട്. ഇന്ന് എല്ലാവർക്കും മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുകളിൽ വിധാനമായിട്ട് മാല ചാർത്തിയിട്ടുണ്ട്. മുല്ലപ്പൂവും തുളസിയൊക്കെ ആയിട്ട് ഇങ്ങനെ. ബ്രഹ്മാവിൻ്റെ അവിടെ നല്ല കട്ടിയുള്ള ഈ ശരിക്കും പറഞ്ഞാൽ അരളിപ്പൂവിൻ്റെയൊക്കെ മാലയാണ്, വളരെ മനോഹരമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കണ്ട് തൊഴുക. പിന്നെ കട്ടിയിൽ താഴത്തും നല്ല മാലകളുണ്ട്. അപ്പോൾ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അവിടെ നമസ്കരിച്ചതിന് ശേഷം തിരിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അവിടെ ഒന്നും മാലയില്ല. കണ്ണൻ്റെ അടുത്ത് നല്ല തുളസി മാലകളുണ്ട്. പിന്നെ മുരുകൻ്റെ അടുത്ത് വന്ന ഭസ്മാഭിഷേകം കാണാം. ഇന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് മാലയില്ല, കുങ്കുമമില്ല, ഒന്നുമില്ല. കുങ്കുമം നമുക്ക് തൊട്ടെടുക്കാനും കൂടി ഇല്ലാത്ത മാതിരിയാണ്, തീരെ ഇല്ല. അപ്പോൾ ഹനുമാൻ സ്വാമീനെ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്വം
ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു പ്രാർത്ഥിച്ചു. പിന്നെ രാധാകൃഷ്ണ വിഗ്രഹം, അതേപോലെ കാളിയമർദ്ദക രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ച് പടിഞ്ഞാട്ട് മാറിയിട്ട് ചുമരിലേക്ക് നോക്കിയാൽ കൽപ്പവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. പിന്നെ ഗ്രില്ലിൻ്റെ അവിടെ വന്ന മണിക്കിണർ കാണാം. അതേപോലെ നൃത്തറയിൽ കിടാവിളക്ക് കത്തി നിൽക്കണു, അവിടെ നോക്കിയിട്ട് തൊഴാം. പിന്നെ നമ്മൾ നേരെ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ അനന്തൻ്റെ ആ ഒരു കൊടയിലെ കീഴിൽ നമ്മുടെ പൊന്നുണ്ണിയെ കൊണ്ടുപോകുന്ന വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിന് ശേഷം നമ്മൾ ദേവിയുടെ അടുത്തേക്ക് വരിക, ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. വലിയ തിരക്കൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അതിലെങ്ങനെ പോകുമ്പോൾ ദേവി ഇന്ന് വളരെ എന്താ പറയുക സുസ്മേരവദനായിട്ടായിരിക്കണത്. കാരണം എന്താ വെച്ചാൽ ഗോളയ്ക്ക് അങ്ങനെ ഇറക്കിയിട്ട് അധികം ഒരു അലങ്കാരവും ഇല്ല. നിറയെ പൂക്കളുണ്ട്, അലങ്കാരങ്ങളൊന്നുമില്ല. വളരെ ചെറിയ തുളസിമാല മാത്രമാണുള്ളത്. ഒരു ശാന്ത സ്വരൂപിണിയായിട്ട്. ഇന്ന് അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ മാതിരി വളരെ എല്ലാ ഭക്തരുടെയും വിഷമങ്ങളൊക്കെ കേൾക്കാനായിട്ട് വളരെ ശാന്തമായിട്ടുള്ള ഇരുത്താണ്. നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് പറയാനും അതവിടെ നിന്ന് പറയാനുള്ള ഒരു സമയം കൂടി ഉണ്ട്. അതാ രസം. ഇന്ന് തിരക്കുണ്ടെങ്കിൽ കൂടി ആരും അങ്ങനെ തള്ളി മാറ്റാനൊന്നും എത്തുന്നില്ല. സാധാരണ നമ്മൾ ഭക്തർ തമ്മിൽ തന്നെ തള്ളിയിട്ട് മുന്നോട്ട് പോട്ടെ എന്നറിയും. ഇതിപ്പോൾ അതൊന്നുമില്ല. അപ്പം എന്നാൽ ശാന്ത സ്വരൂപത്തിലിരിക്കുന്നത് കൊണ്ടായിരിക്കാം വളരെ സുഖമായിട്ട് നമുക്ക് ദർശനം അവിടെ നിന്ന് സുഖമായിട്ട് തൊഴാനും നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനും പറ്റുന്ന തരത്തിലാണ്. ആ ശാന്ത സ്വരൂപിണിയായിട്ടുള്ള ഭഗവതിയെ കണ്ട് തൊഴുതു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാടിൻ്റെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ നേരെ വരുമ്പോൾ പുസ്തകമൊക്കെ എടുത്ത് വയ്ക്കണ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആളുകൾ. അതേപോലെ മഞ്ചാടി വാരുന്നു, കുറച്ച് നെയ്വിളക്ക് കത്തിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് മത്സ്യാവതാര രൂപത്തിനെ ഒന്നുകൂടി കണ്ട് തൊഴാം, നമസ്കരിക്കാം. അത് കഴിഞ്ഞാൽ നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ കിടാവിളക്ക് കത്തുന്നുണ്ട്, അവിടെ വന്ന് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് വീണ്ടും ഉണ്ണിക്കണ്ണൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം അയ്യപ്പൻ തന്നെയായിരുന്നു. അപ്പോൾ വീണ്ടും ആ ഉണ്ണിക്കണ്ണൻ്റെ ലക്ഷണങ്ങളോട് കൂടിയിട്ട്, അതായത് നല്ല പീലി വെച്ചിട്ടുണ്ട്, മൊത്തം 3 പീലി എങ്ങനെയുണ്ട്, തിരുമുടിമാലയിൽ വെച്ച മാതിരി പീലി ഒന്നുണ്ട്, പിന്നെയും പീലികളുണ്ട്. അരയിൽ ഓടക്കുഴൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ വീണ്ടും അവിടെ എത്തി എന്നർത്ഥം. എന്താ പറയുക, മാനവേദന ഒക്കെ ദർശനം കൊടുത്ത ഉണ്ണിക്കണ്ണൻ വീണ്ടും അവിടേക്ക് തന്നെ എത്തി എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസം. 3 മാലകളുണ്ട് കാണാൻ, സ്വർണത്തിൻ്റെ മാലകളുണ്ട്. കളഭം തന്നെ, ചന്ദനം തന്നെ അത്യാവശ്യം ഒട്ടുമിക്ക സ്ഥലത്തും ഇങ്ങനെ പൂശിയിട്ടുണ്ട്. വെള്ള പാവുമുണ്ട് ആണ് എടുത്തിട്ടുള്ളത്. വളരെ നല്ല ആ ഒരു അനുഗ്രഹം തന്നെയാണെന്ന്, നല്ല കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആ കണ്ണൻ്റെ രൂപത്തിലിരിക്കുന്ന ആ അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കാണാം. അതേപോലെ നേരെ വന്ന് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരാം. നമുക്ക് ആ രുദ്രതീർത്ഥക്കുളത്തെ, ആ സപ്തർഷികളൊക്കെ സ്നാനം ചെയ്യുന്ന കുളത്തെ, ആ ഉണ്ണിക്കണ്ണൻ നടുക്കിൽ നിൽക്കുന്ന കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതിനായിട്ട് വരുമ്പോൾ പൂന്താനത്തിൻ്റെ അവിടെ ഒന്ന് കയറിയിട്ട്, നാരായണാലയത്തിന് കയറിയിട്ട് ഭജന ചെല്ലുന്നവരൊക്കെ ഒന്ന് നോക്കി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നേരെ പൂന്താനം പൂജിച്ച ആ കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നേരെ
ദേവിയുടെ അവിടെ വന്ന് ഒന്നുകൂടി തൊഴുത് നേരെ ആ ഒരു ദീപസ്തംഭത്തിൻ്റെ, നമ്മുടെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് നോക്കുമ്പോൾ ആ കൂവളമരം ഇങ്ങനെ കാണാം. ആ കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. മഹാദേവനെയും പാർവതീ ദേവീനെയൊക്കെ സ്മരിച്ച് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എത്തും. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇനി നമുക്ക് ചെറിയൊരു കഥയും കൂടി കേട്ടോ. ഇന്ന് നമ്മൾ ഗണപതിയും ചന്ദ്രനും തമ്മിലുള്ള, അതായത് ചന്ദ്രന് കിട്ടിയ ആ ശാപത്തിൻ്റെ നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ ആയി വരുന്നു, അതിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഏറ്റവും നല്ലൊരു പാഠവും കൂടിയാണ്. വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം. ഒരു ദിവസം ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നായ മോദകം വയറ് നിറയെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങായിരുന്നു. നല്ല വയറ് നിറഞ്ഞുകൊണ്ടേ അദ്ദേഹം തൻ്റെ വാഹനമായ മൂഷികൻ്റെ പുറത്ത് സാവധാനമാണ് സഞ്ചരിച്ചത്. വഴിയിലൊരു പാമ്പ് കുറുകെ ചാടിയപ്പോൾ മൂഷികൻ പെട്ടെന്ന് ഭയന്ന് പിന്നോട്ട് മാറി. അതിൻ്റെ ഫലമായി ഗണപതിക്ക് മൂഷികൻ്റെ പുറത്ത് നിന്ന് നിയന്ത്രണം വിട്ട് താഴെ വീണു. അപ്പോൾ ഗണപതിയുടെ വലിയ വയറും അദ്ദേഹത്തിൻ്റെ രൂപവും കാരണം വീഴ്ച അല്പം രസകരമായിരുന്നു. വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കെട്ടിയിരുന്ന പാമ്പ് കെട്ടഴിഞ്ഞു പോയി. മോദകങ്ങൾ നിലത്ത് വീണു. ഗണപതി വേഗത്തിൽ എഴുന്നേറ്റ് മോദകങ്ങൾ പെറുക്കിയെടുത്ത് വീണ്ടും പാമ്പിനെ വയറ്റിൽ കെട്ടി. ഈ സമയത്താണ് ചന്ദ്രദേവൻ ആകാശത്ത് നിന്ന് ഈ കാഴ്ച കണ്ടത്. ഗണപതിയുടെ ഈ വീഴ്ചയും അദ്ദേഹത്തിൻ്റെ രൂപവും കണ്ടപ്പോൾ ചന്ദ്രന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രൻ ഗണപതിയെ നോക്കി ഉറക്ക പൊട്ടിച്ചിരിച്ചു. ചന്ദ്രൻ്റെ ഈ പരിഹാസം ഗണപതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഭക്തർക്ക് താൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് സാധാരണമായിരുന്നിട്ടും തന്നെ നോക്കി പരിഹസിച്ച ചന്ദ്രനോട് ഗണപതിക്ക് ദേഷ്യം വന്നു. തൻ്റെ ഒരു കൊമ്പ് ഒടിച്ച്, ഈ വീഴ്ചയെ കൊമ്പ് ഒടിഞ്ഞു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ കൊമ്പും കൂടി ഒടിഞ്ഞ വേദനയും കൂടി ഉണ്ട്. അദ്ദേഹം ചന്ദ്രനെ ശപിക്കുകയാണ്. അഹങ്കാരത്തോടെ എന്നെ നോക്കി പരിഹസിച്ച നിൻ്റെ മുഖം ഇന്ന് മുതൽ ആരും കാണാതിരിക്കട്ടെ എന്നാണ്. ഇനി ആരെങ്കിലും നിന്നെ നോക്കി അവർക്ക് കള്ളനെന്ന് അപവാദം കേൾക്കേണ്ടി വരുന്നതാണ്. ഗണപതിയുടെ ശാപം കേട്ടപ്പോൾ ചന്ദ്രൻ ഭയന്നുപോയി. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രൻ ഉടൻ തന്നെ ഗണപതിയോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ചന്ദ്രനില്ലാത്ത ലോകത്തിന് നിലനിൽപ്പിനെന്ന് ദേവന്മാരും ഗണപതിയോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ അതിന് ദേവന്മാരുടെ അപേക്ഷയൊക്കെ കേട്ടപ്പോൾ ചന്ദ്രൻ്റെ പശ്ചാത്തലം കണ്ടപ്പോൾ ഗണപതിക്ക് തൻ്റെ ശാപത്തിനൊരു ഇളവ് നൽകി. നിനക്ക് പൂർണ്ണമായും എൻ്റെ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഇനി മുതൽ എല്ലാ മാസവും ചില ദിവസങ്ങളിൽ നിന്നെ കാണാൻ കഴിയാതെ വരും, അമാവാസി. അതുപോലെ എൻ്റെ ജന്മദിനമായ വിനായക ചതുർത്ഥിക്ക് നിന്നെ കാണുന്നവർക്ക് അപവാദം കേൾക്കേണ്ടി വരും. എന്നാൽ ആരെങ്കിലും കള്ളനെന്ന അപവാദം കേട്ടാൽ പോലും അവർക്ക് ശമന്തകമണിയുടെ കഥ കേൾക്കുന്നതിലൂടെ ശാപത്തിൽ നിന്ന് മുക്തി നേടാം. അന്ന് മുതലാണ് വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ നോക്കരുതെന്നുള്ള വിശ്വാസം നിലവിൽ വന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പലരും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് നെല്ലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആ നട്ട നെല്ലൊക്കെ എടുത്തിട്ട് ഊരിക്കളയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ആരോ ഒന്ന് കള്ളനെ അതായത് ചന്ദ്രനെ കണ്ടു, വിനായക ചതുർത്ഥിക്ക് കണ്ടില്ലേ, അത്തവും ചതുർത്ഥിയും കണ്ടൂല്ലേ എന്ന് പറയണ പോലെയൊക്കെ പലരും കാട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കഥകളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഈ ഗണപതിയുടെയും ചന്ദ്രൻ്റെയൊക്കെ കഥ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.